الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, നമ്മെ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിലൊക്കെയും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളിലും അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും യഥാർത്ഥ മുത്തക്കുകളിലും മുവഹിദുകളിലും പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നു മുതലാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മാതാവ് നമ്മെ പ്രസവിച്ചത് എന്നാണോ? അന്നു മുതൽ നാം ഈ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചതാണോ? എന്നാണ് അതിൻ്റെ അവസാനം എന്നതിനെക്കുറിച്ച് നമുക്കൊരാൾക്കും അറിയുകയില്ല. നമ്മുടെ മരണം ഏത് സാഹചര്യത്തിലാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് നമുക്കൊരിക്കലും അറിയുകയില്ല. ഒമാ തദ്രി നഫ്സും ബി അയ്യി അർളിൻ തമൂത്. ഏതൊരു മനുഷ്യനും ഏത് സാഹചര്യത്തിലാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് മരണപ്പെടുക എന്നത് ജീവിച്ചിരിക്കുന്ന നമുക്കൊരാൾക്കും അറിയുകയില്ല. ഈ കഴിഞ്ഞു പോയ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിലെ അഞ്ചാലുമൂട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബീഹാർ സ്വദേശിയായ ഒരു അതിഥി തൊഴിലാളിയായ മുഹമ്മദ് ജബ്രയിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ വൈകുന്നേരം സന്ധ്യയോടടുത്തപ്പോൾ തൻ്റെ തൊഴിലിലേക്ക് ഏർപ്പെട്ടു. രാത്രിയിൽ ഇരുട്ടാണ്. വലിയ ലോറികളിൽ മണ്ണ് കൊണ്ടുവന്ന് ഹൈവേയിലേക്ക് ഫില്ല് ചെയ്യുകയാണ്. മുഹമ്മദ് ജബ്രയിൽ എന്ന ആ അതിഥി തൊഴിലാളിയായ സഹോദരൻ തട്ടേണ്ട വഴിയെല്ലാം കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ആ മണ്ണ് കൂമ്പാരമായി വന്ന് വീണത് ആ സഹോദരൻ്റെ പുറത്താണ്. 65 കിലോ ഉള്ള ആ സഹോദരൻ ആ മണ്ണിനടിയിൽ പെട്ടുപോയി. ഡ്രൈവർ അറിയുന്നില്ല. ഡ്രൈവർ വണ്ടിയുമായി പോവുകയും ചെയ്തു. അടുത്ത ഒരു വാഹനം വന്ന് ആ മണ്ണ് നിരപ്പാക്കുന്നതിനിടയിൽ ആ സഹോദരൻ്റെ മയ്യത്തിനു മേളിലൂടെ കൂടി 2-3 പ്രാവശ്യം അത് ചതഞ്ഞരഞ്ഞു പോവുകയും ചെയ്തു. സുഹൃത്തുക്കൾ രാത്രിയോടടുത്തിട്ടും റൂമിലേക്ക് വരാനുള്ള സമയമായിട്ടും എത്താതിരുന്നപ്പോൾ
ആ സഹോദരനെ അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പരക്കം പാച്ചിലോടുകൂടി അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ ഒരു ഭാഗം അവിടെ കാണുകയുണ്ടായി. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് സഹോദരന്മാരെ, നമ്മ ഓരോരുത്തരുടെയും മരണം, നമ്മുടെ ആഖിബത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അല്ലാഹുമ്മ ഹസ്സിൻ ആഖിബതന, നാം ഓരോരുത്തരുടെയും അന്ത്യം, വിയോഗം നന്മയിലായി, റബ്ബിൻ്റെ പ്രീതിയിലായി മരണപ്പെടാൻ നാം ഓരോരുത്തരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ എങ്ങനെ മരണപ്പെടുന്നതും എവിടെ വെച്ച് മരണപ്പെടുന്നതിനപ്പുറം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ ലോകത്ത് വെച്ച് എവിടെ വെച്ചോ ഏത് സാഹചര്യത്തിലോ മരണപ്പെടട്ടെ, മരണത്തോടുകൂടി നമുക്ക് വിജയിക്കണമെങ്കിൽ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ, നിങ്ങൾ സത്യവിശ്വാസികളായിക്കൊണ്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ മരണപ്പെട്ടു പോകരുതേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിമീങ്ങളായി മരണപ്പെടുക എന്ന് നാം ചിന്തിക്കുന്നത്, നമ്മുടെ പേര് മുസ്ലിമാണ്, നമ്മുടെ ആധാറിലും നമ്മുടെ ID പ്രൂഫുകളിലുമൊക്കെ ഇസ്ലാമും മുസ്ലിമുമാണ് നമ്മൾ. എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദ, എന്ന തൗഹീദ്, പരലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള ആ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണത്തിലേക്ക് ഒരു ബിൽഡിങ്ങിനെ ഉറപ്പിച്ചു നിർത്തുന്നത് അതിന്റെ ഫൗണ്ടേഷനാണ്. അതിന്റെ ഫൗണ്ടേഷൻ സുദൃഢമല്ലെങ്കിൽ 8ഉം 10ഉം 200ഉം നിലകൾ കെട്ടിയാൽ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവിതം അശാന്തിയിലാണ്. അതുപോലെ ഒരു വിശ്വാസിയുടെ അകക്കാമ്പും അടിസ്ഥാനവും ഷഹാദയാണ് സഹോദരങ്ങളെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മൾ വുളൂ ചെയ്തതിനു ശേഷമുള്ള പ്രാർത്ഥനയിൽ അല്ലാഹു നമ്മളെ പറയിപ്പിച്ചു. നമ്മുടെ നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിൽ നമ്മളെ ആവർത്തിച്ചു പറയിപ്പിച്ചു. 5 നേരവും അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദ, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. ഇവിടെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ ഷഹാദ പൂർണ്ണമായിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ഒരു സുബ്ഹാനല്ലയും നാം അനുഷ്ഠിക്കാൻ പോകുന്ന നമ്മുടെ ഈ നമസ്കാരവും ഈ ഖുത്ബയും ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. നമ്മുടെ ഷഹാദ എന്ന അടിസ്ഥാന പ്രമാണം, നമ്മുടെ ഈ ഫൗണ്ടേഷൻ ക്ലിയർ ആയിട്ട് ഷഹാദയുടെ മേളിലാണ് നമസ്കാരം വരുന്നത്, അതിനു മേളിലാണ് സക്കാത്തും നോമ്പും ഹജ്ജും വരുന്നത്. എന്നാൽ ഈ ഫൗണ്ടേഷനിൽ എന്തെങ്കിലും തകരാറു വന്നാൽ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷവും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും മഹാന്മാരോടും മഹത്തുക്കളോടും പള്ളികളോട് ചേർന്നു വരുന്ന മഖ്ബറകളോട് സഹായം തേടിയും ആപത്ഘട്ടങ്ങളിൽ ഔലിയാക്കന്മാരെയും മഹാരഥന്മാരെയും മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ സഹായം തേടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നിന്ന് വിയോഗം, ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ സങ്കടപ്പെടേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്ന് എന്റെ ഉപ്പയുടെ മേലുള്ള സങ്കടവും പ്രയാസവും പറഞ്ഞപ്പോ, മോളെ ലൈസാ ബീക കർബും ബാദൽ യൗം, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഉപ്പയ്ക്കൊരു വേദനയുമില്ല മോളെ. എന്താണ് ആ ശുഭപ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ റസൂല് പറയാൻ കാരണം സഹോദരങ്ങളെ? ആ പ്രവാചകനിൽ ഉറപ്പുണ്ട്. എന്റെ വിശ്വാസത്തിൽ ബഹുദൈവ ആരാധനയുടെ ശിർക്കിന്റെ ഒരു കണിക പോലും കടന്നു വന്നിട്ടില്ല. മാത്രമല്ല, ആ തൗഹീദിന്റെ പ്രബോധകനും പ്രചാരകനുമായി
കല്ലേറും കൂക്കിവിളികളും ഉപരോധവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി, അള്ളാഹുവിന്റെ ആ പ്രകാശത്തിലേക്ക് ഇരുട്ടിന്റെ ശക്തികൾ പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും ഇരുട്ടിന്റെ ശക്തികൾ പ്രവാചകനെ തകർക്കാൻ ശ്രമിച്ചപ്പോഴുമൊക്കെ പടച്ച റബ്ബ് അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കുകയുണ്ടായി. എന്നാ സഹോദരങ്ങളെ, ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. നാം ചിന്തിക്കേണ്ടത്, ആ അതിഥി തൊഴിലാളി അപ്രതീക്ഷിതമായി മരണപ്പെട്ടു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോ പെട്ടെന്നൊരു വെപ്രാളം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ഇനി ഞാൻ എൻ്റെ കുടുംബ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരില്ല എന്ന വെപ്രാളവും വേവലാതിയും ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിൽ ശുഭപ്രതീക്ഷയുണ്ടാകണം. എൻ്റെ റബ്ബിനോട് ഞാൻ ഒന്നിനെയും പങ്കുചേർത്തില്ല. പൗരോഹിത്യത്തിന്റെ ജൽപ്പനങ്ങളും അവരുടെ ഉപദേശങ്ങളിലും പെടാതെ പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും ഞാൻ സ്വീകരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും എൻ്റെ റബ്ബിനോടാണ് ഞാൻ അഭയം തേടിയത്. ഞാൻ മരണപ്പെട്ടു പോയാലും എൻ്റെ മലായിക്കത്തുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ എന്നെ സ്വാഗതം ചെയ്യും. എൻ്റെ റബ്ബെന്നെ സ്വീകരിക്കും, എൻ്റെ റബ്ബെന്നെ തൃപ്തിപ്പെടുമെന്ന വലിയ പ്രതീക്ഷ നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നമുക്ക് ആ വിഷയത്തിൽ ടെൻഷൻ ഉണ്ടാകണം. നാളെ പരലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഈ അഖീദയിലും ഈ വിശ്വാസത്തിലും നാളെ പരലോകത്ത് അനശ്വരമായ ജീവിതം നേടിയെടുക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യർ ലഫീ ഖുസ്ർ, തീരാ നഷ്ടത്തിലാണ്. ആറ്റിങ്ങൽ ടൗണിൽ വലിയ 50,000-വും ലക്ഷവും ലാഭം കിട്ടുന്ന കച്ചവടമാണ് ചെയ്യുന്നതെങ്കിലും അയാളുടെ അഖീദയും അയാളുടെ വിശ്വാസവും ശരിയല്ലെങ്കിൽ താൽക്കാലികമായി ഈ ലോകത്ത് ജീവിക്കുന്നു എന്നതിനപ്പുറം വലിയ നഷ്ടമാണ് അയാൾക്ക് കടന്നു വരുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ ആരാണ് സഹോദരങ്ങളെ വിജയികൾ? തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ ഒഴികെ. എന്താണ് സഹോദരങ്ങളെ വിശ്വാസം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. വഹ്ദഹു, അവനേകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കാളികളുമില്ല. എൻ്റെ റബ്ബിനോടൊപ്പം മലക്കുകളെയോ ജിന്നുകളെയോ മനുഷ്യരെയോ സൃഷ്ടികളെയോ പരദൈവങ്ങളെയോ ഒന്നും ഞാൻ വിളിച്ചു തേടാതെ ഞാൻ എൻ്റെ റബ്ബിനോട് ശരിയായ വിശ്വാസിയായി നിലകൊള്ളും. അതാണ് ഇല്ലല്ലദീന ആമനു. വിശ്വാസം മാത്രം പോരാ, വഅമിലുസ് സ്വാലിഹാത്തി, 5 നേരത്തെ നമസ്കാരത്തിലും കൃത്യതയുള്ളവരാണ്. സകാത്ത് കണക്കുകൂട്ടി കൃത്യം കൊടുക്കുന്നവരാണ്. ബാങ്കിന്റെ ലോക്കറിൽ കിടക്കുന്ന സ്വർണത്തിന്റെ കണക്കുകൂട്ടി കൃത്യമായി സകാത്ത് കൊടുക്കുന്നവരാണ്. ഹജ്ജിന് പോകേണ്ട സമയമാകുമ്പോ എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ചിന്തിച്ച് ആലോചിച്ച് നിരാശയിലേക്കും അതുപോലെ പിശുക്കിലേക്കും പോകാതെ എന്റെ മരണത്തിനു മുമ്പ് അല്ലാഹു പറഞ്ഞതൊക്കെയും ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് വഅമിലുസ് സ്വാലിഹാത്ത്. അതോടൊപ്പം വതവാസൗ ബിൽ ഹഖ്, നാം മനസ്സിലാക്കിയ, നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെട്ട അള്ളാഹുവിന്റെ റസൂല് പകർന്നു തന്ന ആ തൗഹീദ് നമുക്ക് ബോധ്യപ്പെട്ടു. ആ വെളിച്ചം കിട്ടാത്തവർ, ആ ഇരുട്ടിലേക്ക് അകപ്പെട്ടു പോയവർ, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ കുരുങ്ങിപ്പോയവർ, അത്തരം മനുഷ്യരെ വതവാസൗ ബിൽ ഹഖ്, ഈ സത്യം കൊണ്ട് സതുപദേശം നടത്തും. അവരോട് ദഅവത്ത് ചെയ്യും. വതവാസൗ ബിസ്സബ്ർ, ആ ദഅവത്ത് ചെയ്യുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിക്കുമ്പോ യവൻ മഹലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണ്, ജനങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെയൊക്കെ അവഗണിച്ചിട്ട് അവൻ പറയുന്ന ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നൊക്കെ സമൂഹം പറയുമ്പോഴും വതവാസൗ ബിസ്സബ്ർ, ക്ഷമയോടെ, അവധാനതയോടെ, സഹനതയോടുകൂടി മനുഷ്യരിലേക്ക്
ഈ ഹക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. ഏതുപോലെ നാം ചിന്തിക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ 40 വയസ്സുവരെ ലോകത്തൊരു സത്യവും വിളിച്ചു പറഞ്ഞിട്ടില്ല, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. 40ാമത്തെ വയസ്സിൽ ഇഖ്റാഇന്റെ സന്ദേശം അവതരിച്ചതോടുകൂടി അള്ളാഹുവിന്റെ റസൂലിനെ ബോധ്യപ്പെട്ട, അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകത്വം ലഭിച്ചതോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിക്കിടങ്ങുന്ന ഉറങ്ങുന്ന പ്രവാചകരെ, ഖും എഴുന്നേൽക്കുക പ്രവാചകരെ. ലാത്തയോടും ഉസ്സയോടും മനാത്തിനോടും ഒക്കെ പ്രാർത്ഥിച്ച് നരകാഗ്നിയിലേക്ക് എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്ന ഈ പാമര ജനങ്ങളെ രക്ഷിക്കുക. ഫഅൻസിർ, അവർക്ക് മുന്നറിയിപ്പ് നൽകുക. നരകത്തെക്കുറിച്ച്, ജീവിതം ഇവിടത്തെ ജീവിതമല്ല, ഇത് താൽക്കാലികമാണ്, ഇതൊരു ടെമ്പററിയാണ്. ഇവിടുത്തെ വേദനകളും ഇവിടുത്തെ പ്രതിസന്ധികളും ഒക്കെ താൽക്കാലികമാണ്. വരാൻ പോകുന്ന ഒരു പരലോകമുണ്ട്. എഴുന്നേൽക്കുക പ്രവാചകരെ, ഫഅൻസിർ, അവരെ താക്കീത് ചെയ്യുക. എന്നാൽ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, ഈ തൗഹീദിന്റെ ആദർശം വിശുദ്ധ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓരോ വചനങ്ങളിലൂടെ, ഓരോ അധ്യായങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കേവലം ഒരു പാരായണമായി. വിശുദ്ധ ഖുർആൻ എൻ്റെ മകൻ ഹാഫിളാണെന്ന് പറയുന്നു, പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ അകക്കാമ്പ് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയില്ല. എൻ്റെ മകൾ ഹാഫിളത്താണെന്ന് പറയുന്നു, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും അകക്കാമ്പായ ആദർശവും വിശ്വാസവും എന്താണ് എന്ന് ആ പൊന്നുമകൾക്കറിയില്ല. കേവലം ഒരു പാരായണത്തിനപ്പുറം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്താണോ നമ്മെ പഠിപ്പിക്കുന്നത്, ആ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ അയൽവാസികളിലുള്ള 100% മുസ്ലിമീങ്ങളിൽ 5-6% തൗഹീദിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഒരു 90% വരുന്ന വിശ്വാസികളും, നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ പണ്ഡിതന്മാര്, അവര് പറയുന്നത് വലിയ സത്യമാണ്, അത് സത്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അത് സത്യമാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കാതെ വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നു, പ്രമാണങ്ങൾ എന്തു പറയുന്നു, പ്രവാചകന്മാരെന്തു പറയുന്നു എന്ന് ചിന്തിക്കാതെ പരദൈവങ്ങളിലേക്കും അതുപോലെ തന്നെ മഹാന്മാരിലേക്കും മഹത്തുക്കളിലേക്കും അഭയം തേടുന്ന മനുഷ്യരെ കുറിച്ച് നാളെ പരലോകത്ത് ഈ 2 കൂട്ടരെയും അള്ളാഹു വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിന്റെ 16, 17, 18 വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ ഫുർഖാനിന്റെ 16, 17, 18 വചനങ്ങളിലൂടെ ഈ ലോകത്ത് അള്ളാഹുവിനോടൊപ്പം പരദൈവങ്ങളെ സ്വീകരിച്ചവർ, മഹത്തുക്കളെയും മഹാന്മാരോടും പ്രാർത്ഥിച്ചിരുന്നവർ, അവരോട് അഭയരക്ഷ കിട്ടുകയുണ്ട് എന്ന് പുരോഹിതന്മാർ വിശ്വസിപ്പിച്ചിരുന്നവർ, അതേ വൈദ്യുത നിലയത്തിൽ നിന്ന് നേരിട്ട് ബൾബ് കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് പ്രതിസന്ധിയിലാകും, മഹാന്മാരോട് തേടണം, അവരെ പിടിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്ത വഴിയിലൂടെ പോയ ആ പാമരങ്ങളായ മനുഷ്യര് നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്നതിനെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ ഇപ്രകാരം നമുക്ക് കാണാം. സഹോദരങ്ങളെ, വയൗമ യഹ്ശുറുഹും വമാ യഅബുദൂന മിൻ ദൂനില്ലാഹ്, സൂറത്തുൽ ഫുർഖാനിന്റെ 16-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന് പുറമെ ആരാധിച്ചിരുന്ന മഹാരഥന്മാരും പ്രവാചകന്മാരെയും അള്ളാഹു കൊണ്ടുവരും. അതോടൊപ്പം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൽ വിശ്വാസമുള്ളതിനോടൊപ്പം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവിടെ വളരെ അടിവരയിട്ട് നാം ശ്രദ്ധിക്കണം. മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിച്ചിരുന്ന മഹാരഥന്മാരെയും അത്തരം ബഹുദൈവ ആരാധകരെയും അള്ളാഹു കൊണ്ടുവരും. എന്നിട്ട് ഈ മഹാന്മാരോട് ചോദിക്കും, ഫയഖൂലു അഅൻതും അളലൽതും ഇബാദി ഹൗലാഇ അം ഹും ളല്ലൂസ് സബീൽ, അവരോട് ആ മഹാരഥന്മാരോട് ചോദിക്കും, ഫയഖൂലു അഅൻതും അളലൽതും ഇബാദി ഹൗലാഇ, എൻ്റെ ഈ പാമരങ്ങളായ ജനങ്ങളെ നിങ്ങൾ വഴിപിഴപ്പിച്ചതാണോ, അല്ല അം ഹും ളല്ലൂസ് സബീൽ, അവർ സ്വയം പിഴച്ചുപോയതാണോ? നിങ്ങൾ അവരെ പിഴപ്പിച്ചതാണോ, അല്ല അവർ സ്വയം പിഴച്ചതാണോ എന്ന് മഹാരഥന്മാരോടും പ്രവാചകന്മാരോടും ഔലിയാക്കന്മാരോടുമൊക്കെ റബ്ബ് ചോദിക്കുമ്പോ ആ മഹാരഥന്മാര് റബ്ബിന്റെ മുന്നിൽ പറയുന്ന മറുപടി ഖാലൂ സുബ്ഹാനക,
തൊട്ടടുത്ത വചനമാണ്. ഖാലു, അവർ പറയും, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. അല്ലാഹുവേ നിനക്ക് പുറമെ അന്നം നൽകുന്ന, ഈ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന, രാത്രിയെ സംവിധാനിക്കുന്ന അല്ലാഹുവേ, നിന്നോടൊപ്പം ഞങ്ങളോട് പ്രാർത്ഥിക്കുവാനോ? സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു ചോദിക്കും, താങ്കൾ താങ്കളുടെ മാതാവിനെയും താങ്കളോടും പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ താങ്കളാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴും ഈസാ അലൈഹിസ്സലാമും പറയുന്ന സുബ്ഹാനക്, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ എന്ന് പ്രവാചകന്മാർ അല്ലാഹുവിന്റെ മുന്നിൽ പറയും. മാ കാന യംബഗീ ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ. എന്നിട്ട് ആ മഹാരഥന്മാരും പ്രവാചകന്മാരും അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്നത്, അല്ലാഹുവേ നിനക്ക് പുറമെ ഒരു സംരക്ഷകനെയും ഒരാളോടും സഹായം തേടുക എന്നുള്ളത് ഞങ്ങൾക്ക് യോജിച്ചതല്ല. ഞങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ കബറിടങ്ങൾ കെട്ടിപ്പൊക്കി വലിയ വലിയ ബിസിനസ് മാഫിയകൾ 7, 8, 10 കോടിയൊക്കെ അവർ ലേലത്തിനെടുത്തു. എന്നിട്ട് അത് വലിയ ആരാധനാ മാർക്കറ്റിംഗ് ആയി മാറി. അങ്ങനെ ഞങ്ങളുടെ കബറിടങ്ങളുടെ മേൽ വലിയ വലിയ മേച്ചിൽപ്പുറങ്ങൾ സൃഷ്ടിച്ച് കോടികൾ കൊയ്യുകയും അതിലൂടെ പാമരങ്ങളായ ജനങ്ങൾ പിഴച്ചു പോവുകയുമാണ് ചെയ്തത്. ആ പ്രവാചകന്മാരും മഹാന്മാരുമൊക്കെ അവിടെ പറയും, പിന്നെ എങ്ങനെയാണ് ഇവർ പിഴച്ചു പോയത്? വീണ്ടും ആ മഹാരഥന്മാര് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലാഹുവേ ഇവർക്കും ഇവരുടെ പൂർവിക പിതാക്കന്മാർക്കും നീ സുഖം നൽകി. ഒരു കാലത്ത് ഒരു പ്ലാവിൽ നിന്നൊരു ചക്ക വെട്ടി അതിൽ നിന്നൊരു കുടുംബം കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് സമ്പത്തും സൗകര്യങ്ങളും വിശാലതകളും വന്നു. ബിസിനസ് ലോകങ്ങളൊക്കെ കെട്ടിപ്പടുത്തു. അങ്ങനെ വലിയ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയപ്പോൾ അല്ലാഹുവേ നിന്റെ ഉത്ബോധനങ്ങൾ ഈ കണ്ട മനുഷ്യർ കൈയൊഴിഞ്ഞു. നിന്റെ ഉത്ബോധനങ്ങളെ അവർ വിസ്മരിച്ചു. വകാനൂ ഖൗമൻ ബൂറ, അങ്ങനെ ഒരു നശിച്ച ജനതയായി അവർ ആയിത്തീർന്നു എന്ന് ഈ മഹാരഥന്മാരും ഈ പ്രവാചകന്മാരും അള്ളാഹുവിനോടൊപ്പം ആരോടൊക്കെ സഹായം തേടിയിട്ടുണ്ടോ അവര് കൈയൊഴിയുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: ഫഖദ് കദ്ദബൂകും, തീർച്ചയായും അവർ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂന, ഇവരുടെ മുരീദന്മാരായി ജീവിച്ചാൽ, ഇന്ന ഷെയ്ഖിന്റെ മുരീദായി ജീവിച്ചാൽ, അല്ലെങ്കിൽ ഇന്നയാളായിട്ട് ജീവിച്ചാൽ നാളെ പരലോകത്ത് രക്ഷ കിട്ടുമെന്നാണ് ധരിച്ചിരുന്നത്. ഫഖദ് കദ്ദബൂകും ബിമാ തഖൂലൂന, നിങ്ങൾ പറഞ്ഞതിനെ അവരിതാ നിഷേധിച്ചിരിക്കുന്നു. ഫമാ തസ്തതിഊന സർഫൻ വലാ നസ്റ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വേദനയുണ്ടാകുന്ന ഒരു വാചകമാണ്. ഫമാ തസ്തതിഊന സർഫൻ വലാ നസ്റ, നിങ്ങളുടെ ശിക്ഷ തിരിച്ചുവിടാനോ പരലോകത്തൊരു സഹായം ലഭിക്കുവാനോ ഇവിടെ സാധ്യമല്ല. എന്നിട്ട് വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തി, വമൻ യളിം മിൻകും നുദിഖുഹു അദാബൻ കബീറ, ആരാണോ വലിയ അക്രമം അഥവാ ബഹുദൈവ ആരാധന, അന്നം തരുന്ന നമുക്ക് ജീവവായു നൽകിയ, എല്ലാം സംവിധാനിച്ച അല്ലാഹുവിന് പുറമെ പരദൈവങ്ങളോട്, മഹാന്മാരോട്, മഹത്തുക്കളോട് സഹായം തേടിയ വലിയ അക്രമം പ്രവർത്തിച്ചവരാരോ, നുദിഖുഹു, നാം അവരെ ആസ്വദിപ്പിക്കും, അദാബൻ കബീറ, അദാബൻ കബീറ, അതികഠിനമായ കബീറായ വലിയ ശിക്ഷയാണ് അവരെ ആസ്വദിപ്പിക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എത്രത്തോളം ഗൗരവമാണ് സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ പാപമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, നമ്മുടെ അടിസ്ഥാന പ്രമാണമായ ഷഹാദത്തിൽ നിന്ന് കൈവിട്ടുപോയാൽ, പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്ന് പൗരോഹിത്യത്തിൻ്റെ ചങ്ങലക്കെട്ടിൽ നാം വീണുപോയാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ. അതാണ് ഏറ്റവും വലിയ നഷ്ടം. ഒരു വീട്ടിൽ എലിശല്യം വന്നു. എലിശല്യം വന്നപ്പോൾ ഒരു എലിപ്പത്തായം വാങ്ങി വെച്ചു.
എലിപ്പത്തായത്തിന്റെ ഉള്ളിൽ ഒരു തേങ്ങയുടെ പീസ് അതിനകത്ത് വെച്ചിട്ട് എലി അതിനകത്തേക്ക് കയറി. പെട്ടെന്ന് അതിൻ്റെ ഡോറ് ലോക്കായി. സന്തോഷത്തോടുകൂടി ആ തേങ്ങയുടെ പീസ് കഴിക്കുമ്പോഴും ആ എലിക്കറിയാം, ഞാൻ ഈ ചങ്ങലക്കെട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, അഥവാ ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ലോക്കായി. അത്തരമൊരു ലോക്കിങ്ങാണ് സഹോദരങ്ങളെ ബഹുദൈവ ആരാധനയിൽപ്പെട്ടാൽ. ആ എലി അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ജീവൻ മരണ പോരാട്ടം എപ്രകാരമായിരിക്കും സഹോദരങ്ങളെ? അതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓർമ്മപ്പെടുത്തിയത്. നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പ്രകാശത്തിനുമേൽ പ്രകാശമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അവൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെയാണ് ആ പ്രകാശത്തിലേക്ക് അള്ളാഹു നയിക്കുന്നത്. അത്തരം മുവഹിദുകളിൽ അള്ളാഹു നാമോവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാഷണൽ ഹൈവേയുടെ 1-2 കിലോമീറ്ററുകൾക്കപ്പുറം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കടുവയിൽ മസ്ജിദിലേക്ക് പൈസ എറിയുകയാണ്. എന്തിനാണ്? എൻ്റെ സ്റ്റിയറിംഗ് അപകടത്തിലേക്ക് പോകാതിരിക്കാൻ. മുസ്ലിമീങ്ങളുടെയും വിശ്വാസം അതാണ്. മുസ്ലിം നാമധാരികളായ, കേവലം നാമധാരികളായ ആൾക്കാരും കരുതുന്നത് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ എന്നെ സംരക്ഷിക്കുന്നത് എന്നോ മരിച്ചു മണ്ണ് മറഞ്ഞുപോയ ആ മനുഷ്യന്റെ ശവശരീരം എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മെ രക്ഷിക്കുന്നത്? ഏതെങ്കിലും ദുരന്തത്തിലേക്ക് അകപ്പെട്ടു പോകുമ്പോ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ രക്ഷിക്കുക എന്ന് പറയുമ്പോ ആ ജിന്നിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുമോ സഹോദരങ്ങളെ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് മറ്റു മതവിശ്വാസികൾക്കിടയിലുള്ളതുപോലെ ആൾ ദൈവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പാമരങ്ങളായ നമ്മുടെ സഹോദരിമാർ, ബിസിനസ്സിൽ തകർന്നുപോയ രോഗങ്ങൾ വന്ന സഹോദരന്മാർ, ഇത്തരം പുരോഹിതന്മാരിലും ഇത്തരം ആൾ ദൈവങ്ങളിലും കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് 10,000-കണക്കിന് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു തങ്ങളെന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിങ്ങൾ ഈ തേന് കുടിച്ചുകൊള്ളുക. സഹോദര സമുദായ അംഗങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുടിച്ചുകൊള്ളുക. എന്ത് തങ്ങളാണ് സഹോദരങ്ങളെ? എത്രത്തോളം എന്നാൽ നമ്മുടെ ഷഹാദത്തിൽ നിന്ന് ഈ പൗരോഹിത്യം നമ്മെ അടർത്തിക്കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇത്തരം പുരോഹിതന്മാരെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ. ഇത്തരം മതപുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. പാമരങ്ങളായ ഈ മനുഷ്യരുടെ ധനം അവിഹിതമായി കൊള്ളയായി അവർ ഭക്ഷിക്കുകയാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയാണ്. റബ്ബിലേക്ക് രോഗങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, ക്യാൻസർ ആണെന്ന് കേൾക്കുമ്പോ, ബ്രെയിൻ ട്യൂമർ ആണെന്ന് കേൾക്കുമ്പോ, ജനിച്ച കുഞ്ഞ് പ്രതിസന്ധിയിലാണെന്ന് കേൾക്കുമ്പോ, എല്ലാത്തിനും കഴിവുള്ള റബ്ബിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും കരങ്ങളും നീളേണ്ടതിനു പകരം അതുപോലെ സൃഷ്ടികളിലേക്കും മഹാന്മാരിലേക്കും മഹത്തുക്കളിലേക്കും ഒക്കെയാണ് ഈ പറയുന്ന പുരോഹിത വർഗം നമ്മെ തിരിച്ചുവിടുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാര് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, അതുപോലെ കച്ചവടത്തിൽ വലിയ തകർച്ച വരുമ്പോ, മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയം, എന്താണ് ഒരു രക്ഷാമാർഗം? ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ രോഗങ്ങൾ കൊണ്ട്, വേദന കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെയാണ് ഇത്തരം ആൾ ദൈവങ്ങളിലേക്കും ബഹുദൈവാരാധനകളിലേക്കും മാറുന്നത്. അവിടെയാണ് മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രം നാം ഓർക്കേണ്ടത്. മുന്നിൽ നൈൽ നദിയാണ്, പിന്നിൽ ഫിർഔന്റെ പട്ടാളമാണ്. മൂസാ അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, കൂടെയുള്ള അനുചരന്മാര് പറഞ്ഞു, മൂസ, നാം പിടിക്കപ്പെട്ടു പോയി മൂസ. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നമഅയ റബ്ബി സയഹദീൻ. തീർച്ചയായും എൻ്റെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബ് നമുക്കൊരു വഴി